ദേശീയഗാനത്തോട് അനാദരവ് കാണിച്ച പ്രധാനമന്ത്രി ദേശീയഗാനം ആലപിക്കുമ്പോൾ എണീറ്റ് നടക്കുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. പ്രധാനമന്ത്രിക്ക് റഷ്യയിൽ നൽകിയ സ്വീകരണത്തിനിടെയാണ് സംഭവം. നേരത്തെ ഒബാമയ്ക്ക് നൽകാൻ ദേശീയ പതാകയിൽ ഒപ്പിട്ടും മലേഷ്യയിൽ ദേശീയ പതാക തലതിരിച്ചു കെട്ടിയും മോദി പുലിവാൽ പിടിച്ചിരുന്നു. തെറ്റുകളും അബദ്ധങ്ങളും ആർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ദേശീയ പതാകയെയും ഗാനത്തെയും മനഃപൂർവ്വം അപമാനിക്കുന്നത് ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും അവിചാരിതമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ദേശീയ ഗാനത്തിനിടെ പ്രധാനമന്ത്രി നടന്ന സംഭവമാണ്. റഷ്യയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായത്. വിമാനത്താവളത്തിൽ ഇറങ്ങി ചുവന്ന പരവതാനിയിലൂടെ നടന്നു തുടങ്ങുമ്പോൾ ബാൻഡ് വാദകർ ദേശീയഗാനം ആരംഭിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ദേശീയഗാനം കേൾക്കുമ്പോൾ ചലിക്കാതെ നിൽക്കണമെന്നിരിക്കെ മോദി കൂസാതെ നടന്നു നീങ്ങുകയായിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. രാജ്യത്തിന്റെ ദേശീയഗാനം കേൾക്കെ ചലിക്കാതെ നിൽക്കണമെന്ന പ്രോട്ടോകോൾ പ്രധാനമന്ത്രി ലംഘിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് നൽകാൻ ദേശീയ പതാകയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയതും വിവാദമായിരുന്നു. ഒബാമയ്ക്ക് നൽകാൻ വേണ്ടി മോദി കൊണ്ടുവന്ന പതാക വിദേശകാര്യ വക്താവ് വികാസ് ഖന്നയുടെ കയ്യിലാണ് കണ്ടത്. സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥർ വികാസ് ഖന്നയുടെ കയ്യിൽ നിന്നും പതാക തിരിച്ചുവാങ്ങുകയായിരുന്നു. ഇതും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയ്ക്കിടയാക്കി. ദേശീയ പതാകയെ അപമാനിച്ചെന്നും നിയമങ്ങൾ തെറ്റിച്ചുമെന്നുമാണ് പ്രധാന ആക്ഷേപം. ഇതുകൂടാതെ മോദി ദേശീയ പതാക വിവാദത്തിൽപ്പെടുന്നത് ആസിയൻ ഉച്ചകോടിക്കിടെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിൻസെ അബെയുമൊത്ത് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് മുമ്പിലുള്ള ചിത്രമാണ് അന്ന് വിവാദത്തിലായത്. ഫോട്ടോയിൽ ദേശീയ പതാക തലതിരിച്ചാണ് കെട്ടിയിരുന്നത്. പതാകയിൽ പച്ച നിറമുള്ള അടിഭാഗം മുകളിൽ വരുന്ന രീതിയിലായിരുന്നു ജപ്പാൻ പതാകയ്ക്കൊപ്പം ഇന്ത്യൻ പതാക സ്ഥാപിച്ചിരുന്നത്. ചിത്രത്തിൽ തലതിരിഞ്ഞ ഇന്ത്യൻ പതാക വ്യക്തമായി കാണാമായിരുന്നു. ഇങ്ങനെ തുടരെ തുടരെ അബദ്ധങ്ങൾ. ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയാണ് ബി.ജെ.പി.കാരനായ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായുള്ള അബദ്ധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക്.